ഡേ ടു ഡേ ഇംഗ്ലീഷിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ഹാസ് ടു അല്ലെങ്കിൽ ഹാവ് ടു ഉപയോഗിച്ചുള്ളതായ കുറച്ച് സെൻറ്റൻസുകൾ പ്രാക്ടീസ് ചെയ്യാം. കടപ്പാട്, ചുമതല അല്ലെങ്കിൽ കർത്തവ്യബോധം എന്നിവയൊക്കെ കാണിക്കുവാനാണ് നാം സാധാരണ ഹാസ് ടു അല്ലെങ്കിൽ ഹാവ് ടു ഉപയോഗിക്കുന്നത്. അതായത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട് എന്ന് പറയേണ്ടതിന്. ഫോർ എക്സാമ്പിൾ, പോകേണ്ടതുണ്ട്, കാണേണ്ടതുണ്ട്, ചെയ്യേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട് എന്നൊക്കെ നമുക്ക് പറയേണ്ട അവസരങ്ങളില്ലേ? ഇങ്ങനെ പറയേണ്ട സന്ദർഭത്തിൽ നമുക്ക് ഹാസ് ടു അല്ലെങ്കിൽ ഹാവ് ടു ഉപയോഗിച്ചാണ് പറയേണ്ടത്. നമുക്ക് സെൻറ്റൻസുകളൂടെ മനസ്സിലാക്കാം. എനിക്ക് അവിടെ പോകേണ്ടതുണ്ട്. ഐ ഹാവ് ടു ഗോ ദെയർ. ഐ ഹാവ് ടു ഗോ ദെയർ. അവൻ അവിടെ പോകേണ്ടതുണ്ട്. ഹി ഹാസ് ടു ഗോ ദെയർ. ഹി ഹാസ് ടു ഗോ ദെയർ. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹി, ഷീ, ഇറ്റ് എന്നീ സബ്ജക്റ്റുകൾക്കൊപ്പം ഹാസ് ടു എന്നും മറ്റു സബ്ജക്റ്റുകൾ അതായത് ഐ, യു, ദേ, വി ഇവയുടെ കൂടെ ഹാവ് ടു എന്നുമാണ് ഉപയോഗിക്കേണ്ടത്. നമുക്ക് ഒരുമിച്ച് കുറച്ച് സെൻറ്റൻസുകൾ ഉറക്കെ പറഞ്ഞു പ്രാക്ടീസ് ചെയ്യാം. അവൾക്ക് നാളത്തേക്ക് പ്രൊജക്റ്റ് പൂർത്തിയാക്കേണ്ടതുണ്ട്. അത് നമുക്ക് എങ്ങനെ പറയാൻ കഴിയും? ഷീ ഹാസ് ടു കംപ്ലീറ്റ് ദ പ്രൊജക്റ്റ് ബൈ ടുമോറോ. ഷീ ഹാസ് ടു കംപ്ലീറ്റ് ദ പ്രൊജക്റ്റ് ബൈ ടുമോറോ. നമുക്ക് അടുത്ത ആഴ്ച കോൺഫറൻസിൽ പങ്കെടുക്കേണ്ടതുണ്ട്. വി ഹാവ് ടു അറ്റൻഡ് ദ കോൺഫറൻസ് നെക്സ്റ്റ് വീക്ക്. വി ഹാവ് ടു അറ്റൻഡ് ദ കോൺഫറൻസ് നെക്സ്റ്റ് വീക്ക്. സമയപരിധിക്ക് മുമ്പ് അവൻ അവൻ്റെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഹി ഹാസ് ടു സബ്മിറ്റ് ഹിസ് ആപ്ലിക്കേഷൻ ബിഫോർ ദ ഡെഡ് ലൈൻ. ഹി ഹാസ് ടു സബ്മിറ്റ് ഹിസ് ആപ്ലിക്കേഷൻ ബിഫോർ ദ ഡെഡ് ലൈൻ. അവർക്ക് മത്സരത്തിൻ്റെ നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. They have to follow the rules of the competition. They have to follow the rules of the competition. പുറത്തു പോകുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ ജോലി പൂർത്തിയാക്കണം. I have to finish my work before going out. I have to finish my work before going out. ടീം ഇംപ്രൂവ് ആകുവാൻ പതിവായി പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. The team has to practice regularly to improve. The team has to practice regularly to improve. ബിരുദം നേടുന്നതിന് വിദ്യാർത്ഥികൾ പരീക്ഷയിൽ വിജയിക്കണം. Students have to pass the exam to graduate. Students have to pass the exam to graduate. വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ നമുക്ക് പലചരക്ക് സാധനങ്ങൾ വാങ്ങണം. We have to buy groceries on the way home. We have to buy groceries on the way home. മീറ്റിങ്ങിനായി അവൻ ഒരു പ്രസന്റേഷൻ തയ്യാറാക്കണം. He has to prepare a presentation for the meeting. He has to prepare a presentation for the meeting. ഞങ്ങൾക്ക് ഈ കാര്യം ചർച്ച ചെയ്യേണ്ടതുണ്ട്. We have to discuss this matter. We have to discuss this matter. നമുക്ക് നേരത്തെ പോകണം. We have to leave early. We have to leave early. അവർക്ക് അവരുടെ മുറി വൃത്തിയാക്കേണ്ടതുണ്ട്. They have to clean their room. They have to clean their room. എനിക്ക് എൻ്റെ ഹോംവർക്ക് പൂർത്തിയാക്കണം. I have to finish my homework. I have to finish my homework. ഞങ്ങൾക്ക് അത്താഴം പാകം ചെയ്യണം. We have to cook dinner. We have to cook dinner. ജോണിന് തൻ്റെ സഹോദരിയെ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരണം. John has to pick up his sister from school. John has to pick up his sister from school. നീ അവനോട് ചോദിക്കേണ്ടതുണ്ട്. You have to ask him. You have to ask him. അവൾക്ക് കുറച്ച് പച്ചക്കറി വാങ്ങേണ്ടതുണ്ട്. She has to buy some vegetables. She has to buy some vegetables. അവർക്ക് അല്പനേരം കാത്തിരിക്കേണ്ടതുണ്ട്. They have to wait for some time. They have to wait for some time. അവൾക്ക് ഹെഡ്മാസ്റ്ററെ കാണേണ്ടതുണ്ട്. She has to meet the headmaster. She has to meet the headmaster. നീ നിന്റെ കുട്ടികളെ സംരക്ഷിക്കേണ്ടതുണ്ട്. You have to take care of your children. You have to take care of your children. നിനക്ക് 6 മണിക്ക് മുമ്പ് അവിടെ എത്തേണ്ടതുണ്ട്. You have to reach there before 6 o'clock. You have to reach there before 6 o'clock. എനിക്ക് ഈ ജോലി ചെയ്യേണ്ടതുണ്ട്. I have to do this work. I have to do this work. ഞങ്ങൾക്ക് ഈ കാര്യം ചർച്ച ചെയ്യേണ്ടതുണ്ട്. We have to discuss this matter. We have to discuss this matter.
എങ്ങനെയുണ്ട്? എളുപ്പമല്ലേ? നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യത്തെ കുറിച്ച് പറയുമ്പോഴും അല്ലെങ്കിൽ ഐ, യു, ദേ, വി ഈ സബ്ജക്ട്സോടൊപ്പം ഹാവ് ടു ഉപയോഗിക്കാം. ഷീ, ഹി, ഇറ്റ് എന്ന് പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ ഹാസ് ടു ഉപയോഗിക്കുക. എന്നാൽ ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ എന്തുപയോഗിക്കും? ഹാവ് ടുവിന്റെ നെഗറ്റീവ് ആയിട്ടുള്ള ഡോണ്ട് ഹാവ് ടുവും ഹാസ് ടുവിന്റെ നെഗറ്റീവ് ആയിട്ടുള്ള ഡസൻ ഹാവ് ടുവും നമ്മൾ ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, എനിക്ക് അവിടെ പോകേണ്ടതില്ല. ഐ ഡോണ്ട് ഹാവ് ടു ഗോ ദെയർ. ഐ ഡോണ്ട് ഹാവ് ടു ഗോ ദെയർ. അവൻ അവിടെ പോകേണ്ടതില്ല. ഹി ഡസൻ ഹാവ് ടു ഗോ ദെയർ. ഹി ഡസൻ ഹാവ് ടു ഗോ ദെയർ. മനസ്സിലായോ? ഇനി നമ്മൾ ഒരാൾ പോകേണ്ടതുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ ചോദിക്കാൻ പറ്റും? നിനക്ക് അവിടെ പോകേണ്ടതുണ്ടോ? അതങ്ങനെ ചോദിക്കാം. ഡു യു ഹാവ് ടു ഗോ ദെയർ? ഡു യു ഹാവ് ടു ഗോ ദെയർ? നിനക്ക് അവിടെ പോകേണ്ടതില്ലേ എന്ന് ചോദിക്കാൻ എന്ത് ചെയ്യും? ഡോണ്ട് യു ഹാവ് ടു ഗോ ദെയർ? ഡോണ്ട് യു ഹാവ് ടു ഗോ ദെയർ? അവൻ അവിടെ പോകേണ്ടതുണ്ടോ? ഡസ് ഹി ഹാവ് ടു ഗോ ദെയർ? ഡസ് ഹി ഹാവ് ടു ഗോ ദെയർ? അവൻ അവിടെ പോകേണ്ടതില്ലേ? ഡസൻ ഹി ഹാവ് ടു ഗോ ദെയർ? ഡസൻ ഹി ഹാവ് ടു ഗോ ദെയർ? ഡസൻ ഹി ഹാവ് ടു ഗോ ദെയർ? നമുക്ക് കുറച്ച് സെന്റൻസുകൾ കൂടെ പ്രാക്ടീസ് ചെയ്യാം. നിനക്ക് നിന്റെ യജമാനെ സഹായിക്കേണ്ടതുണ്ടോ? ഡു യു ഹാവ് ടു ഹെൽപ്പ് യുവർ ബോസ്? ഡു യു ഹാവ് ടു ഹെൽപ്പ് യുവർ ബോസ്? നിനക്ക് എത്ര പണം അടയ്ക്കേണ്ടതുണ്ട്? ഹൗ മച്ച് ഡു യു ഹാവ് ടു പേ? ഹൗ മച്ച് ഡു യു ഹാവ് ടു പേ? നമ്മൾ പണം തിരിച്ചടയ്ക്കേണ്ടതുണ്ടോ? ഡു വി ഹാവ് ടു റീപേ ദ മണി? ഡു വി ഹാവ് ടു റീപേ ദ മണി? നിനക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്? വാട്ട് ഡു യു ഹാവ് ടു ഡു? വാട്ട് ഡു യു ഹാവ് ടു ഡു? നിനക്ക് ഈ പണം എവിടെ നിക്ഷേപിക്കേണ്ടതുണ്ട്? വേർ ഡു യു ഹാവ് ടു ഇൻവെസ്റ്റ് ദിസ് മണി? വേർ ഡു യു ഹാവ് ടു ഇൻവെസ്റ്റ് ദിസ് മണി? നിനക്ക് ആരെ കാണേണ്ടതുണ്ട്? ഹൂം ഡു യു ഹാവ് ടു മീറ്റ്? ഹൂം ഡു യു ഹാവ് ടു മീറ്റ്? ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെടുമല്ലോ. അങ്ങനെയെങ്കിൽ ലൈക്ക് ഓർ കമന്റ് ചെയ്ത് എന്നെ അറിയിക്കുക. സബ്സ്ക്രൈബ് ഇതുവരെയും ചെയ്തില്ല എങ്കിൽ ചെയ്യുവാനും മറക്കരുത്. So thanks for watching this video. We will meet again in our next video. See you.